പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏപ്രിൽ 24-ന് നമ്മുടെ അക്കൗണ്ടൻസി പരീക്ഷ നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, അക്കൗണ്ടൻസിക്ക് 2 ഭാഗങ്ങളുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് ബി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 6 ചാപ്റ്ററുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. 2021 ഏപ്രിൽ എക്സാമിനേഷന് വേണ്ടി നമുക്ക് ഫോക്കസ് ഏരിയ എന്ന രീതിയിൽ ഇതൊന്ന് ചുരുക്കി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് ആ ഏരിയയിൽ നിന്നായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസും വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ എജുമീഡിയ ചാനലിൽ നമ്മുടെ ക്ലാസ്സിൽ ആൾറെഡി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നുമുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ പോലും ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏരിയ ഒന്ന് വളരെ ചുരുക്കി ഏതൊക്കെ ഏരിയ പഠിക്കണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായിട്ട് ഇന്നൊരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ 6 ചാപ്റ്ററുകളിലും നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചിരിക്കേണ്ട പാർട്ട് ബി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 20 മാർക്ക് നേടാൻ എത്രമാത്രം പഠിക്കണം, എങ്ങനെ അത് മുഴുവൻ മാർക്കും നേടാം, ആ ഏരിയകൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ആ ഏരിയകൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ലഭ്യമായ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി വളരെ വിശദമായിട്ട് നിങ്ങളത് പഠിച്ചെടുക്കുക, പരീക്ഷ നന്നായി എഴുതുക. നേരത്തെ പറഞ്ഞു, നമുക്ക് 6 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രാഥമികമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും തിയറി മാത്രം പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും മിനിമം 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 20 മാർക്കാണ്, അതിൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ഫോക്കസ് ഏരിയ ആയി പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. വാട്ട് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ് ഇൻ ദ അക്കൗണ്ടിങ് പ്രോസസ്സ്. അക്കൗണ്ടിങ് പ്രോസസ്സിൽ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും അപ്ലൈ ചെയ്യുക, അത് ഉപയോഗിക്കുക. അതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ, ഇൻ്റഗ്രേറ്റഡ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ, അക്യുറസി ആൻഡ് സ്പീഡ്, സ്കാലബിലിറ്റി, റിലയബിലിറ്റി. ഇത്തരത്തിലുള്ള ഈ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് 1-2 വേർഡ്സിൽ എഴുതാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ദെൻ അടുത്തതായി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അഥവാ 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അതിന് നമ്മൾ 5 പില്ലേഴ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട 5 തൂണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകൾ ആൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. എന്നാൽ പോലും ആ 5 പില്ലേഴ്സ് അഥവാ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഡാറ്റ, പ്രൊസീജിയർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ. ഈ 5 കാര്യങ്ങളാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പ്രൊസീജിയർ, പീപ്പിൾ. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ ആവശ്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ട ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഡാറ്റ എന്ന് പറയാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്, ഫിസിക്കൽ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്തു തീർക്കാൻ ആവശ്യമായ വർക്ക് ഫോഴ്സാണ്, അഥവാ ഹ്യൂമൻ വെയർ ആണ്, മനുഷ്യരാണ്. അപ്പോൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പ്രൊസീജിയർ ആൻഡ് പീപ്പിൾ, ഇതാണ് 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ദെൻ നമുക്ക് ഇവിടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകളെ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്, കോഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് പ്രത്യേകമായിട്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1ാം വർഷ അക്കൗണ്ടൻസിയിലെ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള 5 ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ സഹായത്തോട് കൂടിയിട്ട് അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച 5 ഗ്രൂപ്പുകൾ തന്നെയാണ്.
അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. ഇങ്ങനെ 5 ഗ്രൂപ്പുകളാണ്. അതിന് സബ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിലെ ക്ലാസ് നോക്കി അത് പഠിക്കുക. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പുകൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഓരോ അക്കൗണ്ടുകളെയും കോഡ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് മറ്റൊരു ഫോക്കസ് ഏരിയ ഭാഗം 1ാമത്തെ ചാപ്റ്ററിൽ. ദെൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിലെല്ലാവർക്കും എല്ലാ സമയത്തും കയറി എന്തും ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് സെക്യൂർ ആയിരിക്കണം. അപ്പോൾ അതിന് ഓരോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? 3 തരം സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 1 പാസ്വേഡ് സെക്യൂരിറ്റി, 2 ഡാറ്റ ഓഡിറ്റ് സെക്യൂരിറ്റി, 3 ഡാറ്റ വോൾട്ട് സെക്യൂരിറ്റി. അപ്പോൾ ഈ 3 ടൈപ്പ് സെക്യൂരിറ്റീസ് എന്താണ് എന്ന് കൃത്യമായി പഠിച്ചു വെക്കലാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 5 മാർക്ക് വാങ്ങിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ദെൻ മറ്റൊരു കാര്യമാണ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യ ചാപ്റ്ററിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മിനിമം ഉണ്ടാവും. ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് നേടാവുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, 5 പില്ലേഴ്സ് ഓർ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ചാപ്റ്റർ 1ലെ ഫോക്കസ് ഏരിയ. ഇനി ഇതിൽ അഡീഷണലായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വർക്ക് ചെയ്യുക. ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. എന്നാൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഫുൾ സ്കോർ ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ദെൻ നമ്മൾ ചാപ്റ്റർ 2ൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് മിനിമം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഉള്ള അറിയിപ്പിൽ പറയുന്നത്. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റാണ്. സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ പഠിക്കുന്നത് ലിബർ ഓഫീസ് കാൽക്കാണ്. അപ്പോൾ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ അധികം റോസും കോളംസും ഉൾപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് ഷീറ്റുകളെയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് എത്രമാത്രം ഡാറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ആ ഡാറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ആ ഡാറ്റയിൽ വിവിധ കാൽക്കുലേഷൻസ് നടത്താം. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന സ്പ്രെഡ്ഷീറ്റ്, ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ലിബർ ഓഫീസ് കാൽക്കാണ്. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റുകളുടെ മറ്റു എക്സാമ്പിൾസ് ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ് എറ്റ്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ 6 സ്കോറിനുള്ള 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും മിനിമം. ഫോക്കസ് ഏരിയയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യമായിട്ട് ഫോക്കസ് ഏരിയയിലുള്ള കാര്യമാണ് കോമ്പണൻസ് ഓഫ് ലിബർ ഓഫീസ് കാൽക്ക്. അപ്പോൾ ലിബർ ഓഫീസ് കാൽക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ലിബർ ഓഫീസ് കാൽക്ക് ഈസ് an electronic spreadsheet. It is free and open source software. FOSS ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് കാൽക്ക്. ഇതിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റോസ് എന്താണ്, കോളംസ് എന്താണ്, സെൽ എന്താണ്, റേഞ്ച് എന്താണ്, ഷീറ്റ് അല്ലേ, അതിൽ എത്ര ഷീറ്റുകൾ ഉണ്ടാവും, നമുക്ക് എങ്ങനെ ഷീറ്റ് ആഡ് ചെയ്യാം, കോളംസ് എന്താണ്, സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ദെൻ കാൽക്ക് ഫങ്ഷൻസ് ആണ് പിന്നീട് വരുന്നത്. കാൽക്ക് ഫങ്ഷൻസിൽ ഒരുപാട് തരം കാൽക്ക് ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഒരുപാട് തരം ഫങ്ഷൻസ് ഉണ്ട് കാൽക്കിൽ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ഉണ്ട്, ലോജിക്കൽ ഫങ്ഷൻ ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ഫങ്ഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ തിയറി എക്സാമിന് 3 ഹെഡിലുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിലാണ് കൗണ്ട് ഫങ്ഷൻ, കൗണ്ട് തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനിൽ വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്നത് ഈഫ്, നെസ്റ്റഡ് ഈഫ്, ആൻഡ്, ഓർ തുടങ്ങിയ ഫങ്ഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് സം ഈഫ് തുടങ്ങിയിട്ടുള്ള റൗണ്ട് ഫങ്ഷനൊക്കെ, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസൊക്കെയാണ് ഈ മാത്തമാറ്റിക്കൽ ഫങ്ഷനിൽ വരുന്നത്. അപ്പോൾ ചാപ്റ്റർ 2ലെ സ്പ്രെഡ്ഷീറ്റിൽ പ്രധാനമായിട്ട് കോമ്പണൻസ് ഓഫ് ലിബർ ഓഫീസ് കാൽക്ക്,
അതുപോലെ കാൽക്ക് ഫങ്ഷൻസ്, ഇത്രയും ഏരിയയിൽ നിന്ന് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു എക്സാമ്പിളൊക്കെ എടുത്ത് ഒരു ഈ ഫോർമുല എഴുതി നോക്കി പഠിക്കുന്നത് നന്നായിരിക്കും തിയറി എക്സാമിനേഷന് വേണ്ടിയിട്ട്. ദെൻ ചാപ്റ്റർ 3ൽ നമുക്ക് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ, ഇതാണ് ചാപ്റ്റർ 3ൻ്റെ 3ാമത്തെ പാഠത്തിൻ്റെ പേര്. ഇതിൽ നിന്ന് മിനിമം 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2ൽ കൂടുതലുണ്ടാവും. ഈ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫോക്കസ് ഏരിയ ആയി പറഞ്ഞിട്ടുള്ളത് പേറോൾ അക്കൗണ്ടിംഗ് ആണ്. എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എങ്ങനെയാണ് ഈ ലിബർ ഓഫീസ് കാൽക്കിൻ്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എംപ്ലോയീസിൻ്റെ സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറയുമ്പോൾ അയാൾക്ക് ബേസിക് പേയും അതോടൊപ്പം ഒരുപാട് അലവൻസുകളും കൂടി ചേർന്ന് നമുക്കതിനെ ഗ്രോസ് സാലറി എന്ന് പറയാം. അതോടൊപ്പം കുറേ അധികം ഡിഡക്ഷൻസ് ഉണ്ടാവും. എംപ്ലോയീസിൻ്റെ ഗ്രോസ് സാലറിയിൽ നിന്ന് കുറേ കിഴിവുകൾ, പിടുത്തങ്ങൾ, അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു എംപ്ലോയിക്ക് അയാളുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ഫൈനൽ എമൗണ്ട്, അതിനെ നമ്മൾ നെറ്റ് സാലറി എന്ന് പറയും. ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേയുടെ കൂടെ ഡിയർനെസ് അലവൻസ് DA, അതേപോലെ ഗ്രേഡ് പേ, HRA, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ് ആൻഡ് മറ്റു എന്തെങ്കിലും അലവൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ്, TDS, ലോൺ റിക്കവറി തുടങ്ങിയ ഐറ്റംസ് എന്താണ്, ഈ സാലറിയിൽ നിന്ന് എംപ്ലോയർ കട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്. കട്ട് ചെയ്ത് മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് അടക്കാനുള്ളതാവാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെയാണ് ഗ്രോസ് സാലറിയുടെ ഭാഗമായിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡിഡക്ഷൻസ്, ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ് നെറ്റ് സാലറി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പേറോൾ അക്കൗണ്ടിങ്ങിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൂടാതെ ഈ ചാപ്റ്ററിൽ അസറ്റ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് കൂടി പറയുന്നുണ്ട്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ അപ്പുറത്തേക്ക് വായിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ SLN ഫംഗ്ഷൻ, അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ DB ഫംഗ്ഷൻ, അതുകൂടിയൊക്കെ ഒന്ന് നോക്കുക. ഇതിൻ്റെയൊക്കെ സിൻടാക്സ് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ചാപ്റ്റർ 3ൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ചാപ്റ്റർ 4ൽ മിനിമം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. മിനിമം 2 മാർക്ക് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ഉണ്ടാവാം. നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല ഉണ്ടായിരിക്കാം, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും പാർട്ട് ബിയിൽ നിന്ന്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്ന് മിനിമം 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്നത് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ. ബിസിനസ് ഡാറ്റ അനാലിസിസിന് വേണ്ടി ലിബർ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ചാർട്ടുകളും ഗ്രാഫുകളും തയ്യാറാക്കുന്നത്, വിവിധ തരം ചാർട്ടുകൾ ഏതൊക്കെയാണ്, ഗ്രാഫുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് കോളം ചാർട്ട് എന്താണ്, ബാർ ചാർട്ട് എന്താണ്, പൈ ചാർട്ട് എന്താണ് എന്നൊക്കെയാണ് അതിൽ ഫോക്കസ് ഏരിയ ആയിട്ട് ചോദ്യമുള്ളത്. കോളം ചാർട്ട്, ബാർ ചാർട്ട് ആൻഡ് പൈ ചാർട്ട്, അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൂടി ഒന്ന് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫ് ആൻഡ് ചാർട്ട്. ഗ്രാഫിൻ്റെയും ചാർട്ടിൻ്റെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതായത് ബിസിനസ് ഡാറ്റ ഗ്രാഫുകളിലൂടെയും ചാർട്ടുകളിലൂടെയും പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സിനും അതിൻ്റെ യൂസേഴ്സിനുമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്പർ 4ൽ ഇത്രയും ഭാഗങ്ങൾ ഫോക്കസ് ഏരിയ ഭാഗമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ദെൻ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ജിനുക്കാത്ത ഈസ് ആൾസോ എ ഫോഴ്സ് കാറ്റഗറി സോഫ്റ്റ്വെയർ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അഥവാ അത് ഫ്രീ ആയിട്ട് മുതൽ മുടക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കും, ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അവരുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ചാപ്റ്റർ നമ്പർ 5ൽ. ഇതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ജിനുക്കാത്തയിൽ ഒരു ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് എങ്ങനെ എൻ്റർ ചെയ്യുന്നു, എങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ നടത്തുന്നത്, അതിൻ്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പഠിച്ചു വെക്കുക. ദെൻ ക്രിയേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. ജിനുക്കാത്തയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ട് ആദ്യം ചെയ്യേണ്ട വർക്കാണ് ക്രിയേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓരോ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം ഓരോ അക്കൗണ്ട് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യണം.
അപ്പോൾ ഓരോ ലെഡ്ജർ അക്കൗണ്ടും ഏത് ഗ്രൂപ്പിൽ വരുന്നു. ഫോർ എക്സാമ്പിൾ വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഗ്രൂപ്പാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗ്രൂപ്പാണ്. സാലറി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഗ്രൂപ്പാണ്. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെ ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളും ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നു എന്നുകൂടി അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുക. ദെൻ മൂന്നാമതായിട്ട് ജിനോ ഖാത്തയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വൗച്ചർ എൻട്രി. എങ്ങനെയാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരുപാട് വൗച്ചറുകളുണ്ട്. ഓരോ തരം ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറുകളുണ്ട്. റെസിപ്റ്റ് വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, കോൺട്രാ വൗച്ചർ, പർച്ചേസ്, സെയിൽസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വൗച്ചറുകളും അതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് കീയും കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ജിനോ ഖാത്തയിൽ ഓർഗനൈസേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് അഥവാ വൗച്ചർ എൻട്രി നടത്തുന്നത്, എത്രയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ഏരിയ ആയി പറഞ്ഞുള്ളത്. അതുകൂടാതെ എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം, എങ്ങനെ ബാലൻസ് ഷീറ്റ് എടുക്കാം എന്നൊക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ചാപ്റ്റർ നമ്പർ 6 ആറാമത്തെ ചാപ്റ്ററാണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലിബർ ഓഫീസിൻ്റെ ബേസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ലിബർ ഓഫീസ് ബേസ് ഈസ് ആൾസോ എ ഫോഴ്സ് കാറ്റഗറി സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഈ ബേസിൽ അഥവാ DBMSൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് മിനിമം 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 4 കോമ്പണൻസ് ഓഫ് DBMS ആണ്, അല്ലെങ്കിൽ 4 കോമ്പണൻസ് ഓഫ് ലിബർ ഓഫീസ് ബേസ് ആണ്. ടേബിൾസ്, ക്വറീസ്, ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ്. ടേബിൾ എന്താണ്, ക്വറി എന്താണ്, ഫോം എന്താണ്, റിപ്പോർട്ട് എന്താണ്, അതുകൂടാതെ എങ്ങനെയാണ് ഒരു ടേബിൾ ഡിസൈൻ വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞുള്ളത്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 6ൽ ഈ 4 കാര്യങ്ങൾ വിശദമായിട്ട് തിയറി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കുകൾ നമുക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഫോക്കസ് ഏരിയ മാത്രമാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കുന്നത് നമുക്ക് 20 മാർക്കിന് പകരം 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് പാർട്ട് ബിയിലെ 20 മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ഈ മാർക്ക് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 6 ചാപ്റ്ററാണ്. 6 ചാപ്റ്റർ എന്നുള്ള ഫോക്കസ് ഏരിയ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ വിശദമായിട്ട് പറഞ്ഞത്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും വിശദമായ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക, നല്ല സ്കോർ വാങ്ങുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.